ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവം എഴുന്നേൽക്കുന്നു എന്ന ചിന്തയിലൂടെ ഈ പ്രഭാത ധ്യാനം മുമ്പോട്ട് പോവുകയാണ്. ഇന്ന് നാം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു സംഭവം വായിക്കാൻ പോകുന്നു. റെഡിയാണല്ലോ? മർക്കോസ് 4-ാം അധ്യായം 35 മുതൽ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് കർത്താവ് അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. കർത്താവ് പടകിലിരിക്കുകയാണ്. കർത്താവ് കൽപ്പന കൊടുക്കുകയാണ്. യാത്ര പുറപ്പെട്ടു. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് പോവുക. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. അപ്പോൾ ഈ കൂടെ പോയ എല്ലാത്തിനെയും അത് ബാധിച്ചിട്ടുണ്ട് അല്ലേ? പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. നിങ്ങളൊന്ന് ഭാവനയെ കണ്ടേ, ഒരു 10 ചെറിയ ചെറിയ ബോട്ടുകൾ, അതിന് നടുവിലൊരു മെയിൻ ബോട്ടിൽ യേശു കർത്താവ്, ശിഷ്യന്മാർ. ചെറുപടകുകളെല്ലാം പോകുന്നതെന്ന് വെച്ചാൽ കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ പോവുക, വചനം കേൾക്കാനും ശുശ്രൂഷിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അത്ഭുതങ്ങളുടെ കാലമല്ലേ, അങ്ങനെ പോവുക. പെട്ടെന്നാണ് പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, എല്ലാവർക്കും ഒരുപോലെ അത് ബാധിച്ചു. പക്ഷേ ഒരു പടകിൽ മാത്രമേ യേശു ഉള്ളൂ. അവർ വേണം യേശുവിനെ ഉണർത്താൻ. അവരുണർത്തിയാൽ ബാക്കി 10 പടകുകൾക്കും രക്ഷപ്പെടാം. അതിനകത്തൊരു ദൂതുണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്. യേശു ഉള്ള പടകുകാർ വേണം പ്രാർത്ഥിക്കാൻ, ഉണർത്താൻ, നിലവിളിക്കാൻ. അവർ നിലവിളിച്ചാൽ അവൻ ഉണരും. അവർ നിലവിളിച്ചാലേ അവൻ ഉണരൂ. അവനെ ഉണർത്തിയാൽ അവർക്കും അവരോട് ചേർന്ന് യാത്ര ചെയ്ത എല്ലാവർക്കും രക്ഷയാണ്. ഇത് ഇന്ന് നമുക്ക് പ്രായോഗികമാക്കണം. കേരളത്തിന് ഒരു ഉദാഹരണം ഉണ്ടാകണം. നമ്മുടെ ചെറുപ്പക്കാരും ഇനി ആത്മഹത്യ ചെയ്യരുത്. നമ്മുടെ ചെറുപ്പക്കാരിനി MDMA വേണ്ടെന്ന് പറയണം. മയക്കുമരുന്നിനോട് നോ പറയാൻ ഒരു തലമുറ എഴുന്നേറ്റ് വരണം. നമ്മുടെ പടകിൽ യേശു ഉണ്ട്. നമ്മൾ യേശുവിനെ എഴുന്നേൽപ്പിച്ചാൽ കേരളം രക്ഷപ്പെടും. ഞങ്ങൾ 40 ദിവസമായിട്ട് 40 ദിവസത്തേക്ക് ഒരു പ്രാർത്ഥന ആരംഭിച്ചിരിക്കുകയാണ്. തുടർമാനമായ പ്രാർത്ഥന നടക്കുകയാണ്. കർത്താവ് എഴുന്നേൽക്കണം കേരളത്തിന് വേണ്ടി. കർത്താവ് എഴുന്നേൽക്കണം പിറവത്തിന് വേണ്ടി. കർത്താവ് എഴുന്നേൽക്കണം മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി. കർത്താവ് എഴുന്നേൽക്കണം കോട്ടയത്തിന് വേണ്ടി, തിരുവല്ലായ്ക്ക് വേണ്ടി, പത്തനംതിട്ടയ്ക്ക് വേണ്ടി, ആലപ്പുഴയ്ക്ക് വേണ്ടി, കൊല്ലത്തിന് വേണ്ടി, തിരുവനന്തപുരത്തിന് വേണ്ടി, തൃശ്ശൂർക്ക് വേണ്ടി, ഇടുക്കിക്ക് വേണ്ടി, മലപ്പുറത്തിന് വേണ്ടി, വയനാടിന് വേണ്ടി, കോഴിക്കോടിന് വേണ്ടി, കണ്ണൂരിന് വേണ്ടി, കാസർഗോഡിന് വേണ്ടി. യേശു എഴുന്നേൽക്കണം. എത്ര പേര് എന്നോട് കൂടെ പ്രാർത്ഥിക്കും? നോക്കൂ, അവൻ യേശു കർത്താവ് അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. അപ്പോൾ കർത്താവിനെ ഉണർത്തണം. ഇതിനകത്ത് യുക്തിവാദികൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്. കർത്താവിനെ ഉണർത്തണോ? കർത്താവ് ഉറങ്ങുന്നില്ലെന്ന് വാക്യമില്ലേ? ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല എന്നൊക്കെ വാക്യമുണ്ട്. ഉണ്ട്, ശരിയാണ്. പക്ഷെ ഇവിടെ യേശു മനുഷ്യനായിട്ടല്ലേ വന്നിരിക്കുന്നത്. മനുഷ്യർക്ക് ഉറക്കം ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യനല്ലല്ലോ. അപ്പം മനുഷ്യ വേഷത്തിൽ വന്ന ദൈവപുത്രനാണ്. അതുകൊണ്ട് അവന് ക്ഷീണമുണ്ട്. അവൻ ഉറക്കം നടിച്ചതല്ല, അവൻ ഉറങ്ങുക തന്നെയായിരുന്നു. നന്നായിട്ട് ഉറങ്ങിയെന്നാണ് ചില തർജ്ജിമയിൽ വായിക്കുന്നത്. അവന് ഗാഠനിദ്രയിൽ അതുപോലെ ടയർഡായിരുന്നു. ഇങ്ങനെ കുലുക്കി വിളിച്ചു കാണുന്നു, കർത്താവേ, കർത്താവേ, പ്ലീസ് പ്ലീസ് പ്ലീസ്
ഇതൊന്നും കാണുന്നില്ലേ? എന്താ ഇവിടെ നടക്കുന്നേ? ഞാൻ പറയുന്നത് ഇതുപോലെ ഈ കാലത്ത് പ്രാർത്ഥിക്കണം. എന്താ ഇവിടെ നടക്കുന്നേ? ഇതൊന്നും കാണുന്നില്ലേ? ഇതൊന്നും കാണുന്നില്ലേ? ഇതൊന്നും കാണുന്നില്ലേ? ഒരു സ്ത്രീ സ്വന്തം കുഞ്ഞിനെ പുഴയിലെറിയുന്നു. കർത്താവേ, നീ കാണുന്നില്ലേ? ഒരു കുട്ടി മറ്റൊരു കുട്ടിയുടെ തല ഇടിച്ചു പൊട്ടിക്കുന്നു. കർത്താവേ, നീ കാണുന്നില്ലേ? ഒരുവൻ 4 പേരെ, അപ്പനെ, അമ്മയും, ചിറ്റപ്പനെ, പേരപ്പനെ തല്ലിക്കൊല്ലുന്നു. നീ ഇത് കാണുന്നില്ലേ? എഴുന്നേൽക്ക് കർത്താവേ. നാം യേശുവിനെ എഴുന്നേൽപ്പിച്ചാൽ നമ്മുടെ ദേശത്ത് ശാന്തതയുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും. നമ്മളാണ് എഴുന്നേൽപ്പിക്കേണ്ടത്. ഒരു തീരുമാനം എടുക്കുക. എൻ്റെ ദേശത്തിന് വേണ്ടി യേശു എഴുന്നേൽക്കണം. ആമേൻ, ആമേൻ, ആമേൻ.